ഇറാനെ സാമ്പത്തികമായി തളർത്താൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലെ US നാവിക ഉപരോധം കർശനമാക്കിയതോടെ ഗാർഗ് ദ്വീപിലെ സംഭരണികൾ ഉടൻ നിറഞ്ഞു കവിയുമെന്നും ഉൽപാദനം നിർത്തേണ്ടി വരുന്ന അവസ്ഥയിലുമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാനെ സമ്മർദ്ദത്തിലാക്കി വരുതിയിലാക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമാണിത്. ഇതിനായി ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ നടത്തുന്ന എണ്ണ കയറ്റുമതി തടയുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. കൂടുതൽ അറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ മൊത്തം അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് പേർഷ്യൻ ഗൾഫിലെ ഗാർഗ് ഐലൻഡ് വഴിയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശം ഇപ്പോൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിരീക്ഷണത്തിലാണ്. ദ്വീപിന്റെ സംഭരണ ശേഷി ഏകദേശം 30 മുതൽ 34 മില്യൺ ബാരലാണ്. സാധാരണയായി ഇതിന് പകുതിയോളമേ നിറയ്ക്കാറുള്ളൂ, കാരണം ഇതിന്റെ പ്രവർത്തനത്തിന് അതാണ് നല്ലത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കയറ്റുമതി തടസ്സപ്പെട്ടാൽ ഈ ടാങ്കുകൾ പെട്ടെന്ന് നിറഞ്ഞു കവിയുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗാർഗ് ദ്വീപിലെ എണ്ണശേഖരം പൂർണ്ണമാകും. അങ്ങനെ വന്നാൽ ഇറാൻ എണ്ണ ഉൽപാദനം കുറയ്ക്കുകയോ എണ്ണക്കിണറുകൾ അടച്ചുപൂട്ടേണ്ടി വരികയോ ചെയ്യുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ വാക്കുകൾ വലിയ ചർച്ചയായിരുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എണ്ണ വരുമാനം നിർണായകമാണ്. സർക്കാരിന് ലഭിക്കുന്ന പണത്തിന്റെ പകുതിയും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. എണ്ണ കയറ്റുമതി മുടങ്ങിയാൽ ഇറാന്റെ സൈനിക രാഷ്ട്രീയ ആവശ്യങ്ങൾക്കുള്ള പണം ഇല്ലാതാകും. ഇതാണ് പുതിയ നീക്കങ്ങളിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ലോക എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയാണ്. ലോകത്തെ മൊത്തം എണ്ണയുടെയും വാതകത്തിന്റെയും ഏകദേശം 20% ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. ഓരോ ദിവസവും 2 കോടിയിലധികം ബാരൽ എണ്ണയാണ് ഈ വഴി കടന്നുപോകുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണ പ്രധാനമായും ചൈന, ഇന്ത്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കാണ് എത്തുന്നത്. യുദ്ധത്തിനിടെ ഇറാൻ ഹോർമുസ് ഉപരോധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ നാവികസേനയും അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 13 തുടങ്ങിയ ഈ ഉപരോധം ഇപ്പോഴും ശക്തമായി തുടരുന്നു. ട്രംപ് ഭരണകൂടം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ പുറത്തേക്കോ കപ്പലുകൾ പോകുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഏകദേശം 28 ഇറാനിയൻ കപ്പലുകളെ ഇതിനകം തിരിച്ചയച്ചതായി പെന്റഗൺ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ഉപരോധം കാരണം ഗാർഗ് ദ്വീപിൽ നിന്നും എണ്ണയുമായി കപ്പലുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എണ്ണ ഉൽപാദനം നിർത്താതെ തുടരുന്നതുകൊണ്ട് അത് ദ്വീപിലെ ടാങ്കുകളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. സാധാരണ 1.8 കോടി ബാരൽ എണ്ണ സംഭരിച്ചിരുന്ന ഇവിടെ ഉടൻ തന്നെ അത് 3 കോടി ബാരലിലധികമായി ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കടുത്ത രീതിയിലാണ് ഇറാൻ ഇതിനോട് പ്രതികരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും അമേരിക്കൻ ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ ആരോപിക്കുന്നു. ഉപരോധം തുടർന്നാൽ ലോകത്തെ തന്നെ എണ്ണ വിതരണം തടസ്സപ്പെടുത്തുമെന്ന ഭീഷണിയും ഇറാൻ ഉയർത്തുന്നുണ്ട്. ഇറാനെതിരെ മാക്സിമം പ്രഷർ എന്ന നയം തുടരുകയാണ് ട്രംപ്. സൈനിക നടപടികൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും പുറമെ എണ്ണ ഉൽപാദനം തടസ്സപ്പെടുത്തി ഇറാനെ ചർച്ചാമേശയിൽ എത്തിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം.